മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന നല്ലൊരു കല തന്നെയാണ് സംഗീതം. നമ്മൾക്ക് സംഗീതം കേൾക്കാൻ കഴിയുക, അത് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് പേര് സംഗീതം കേൾക്കാൻ പറ്റാത്തതായിട്ടുണ്ട്, ആസ്വദിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പക്ഷെ നമുക്കിതൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പാട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് മേളെ മേളെ മാനം എന്ന് തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ, അത് വളരെ സിമ്പിളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില നല്ല നോട്ട്സ് നമുക്ക് കൈവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മൾ കാണുക. നല്ല സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എന്നിട്ട് വേണം പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ ഓരോ പണികളായിട്ട് അതിൻ്റെ ബേജാറ് അങ്ങനെയൊന്നും ആയിട്ട് വന്ന് ഇരിക്കരുത്. അപ്പോൾ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണം. ഞാനിത് പഠിക്കാൻ പോവുകയാണ്, എനിക്കിത് പഠിക്കാൻ പറ്റും എന്ന് തീർച്ചയാക്കിയിട്ട് വേണം നിങ്ങൾ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണം, നമ്മൾ ഈ പാട്ട് ഈ ക്ലാസ്സിൽ പഠിച്ചിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പാട്ട് ആദ്യം നിങ്ങൾക്ക് മുഴുവനായിട്ട് പാടിത്തരും. അപ്പോൾ നിങ്ങളത് കേട്ട് നന്നായിട്ടിരിക്കുക. അന്നേരം നിങ്ങൾ പാടൊന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഓരോ പാരഗ്രാഫായിട്ട് വെച്ച് പാടിത്തരും. അതായത് പല്ലവി, അനുപല്ലവി, ചരണം ആ ഒരു രീതിയിൽ പാടിത്തരും. അപ്പം നിങ്ങൾ അത് കേട്ടിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങോവൻ മുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്നേഹത്തിൻ തീരം, ആരും കൊതിക്കുന്ന തീരം, ആനന്ദപ്പാൽ കടലോരം കാണാതെ കാണും സ്വപ്നം കാണാൻ പോരൂ പോരൂ ചാരേ, മൂവന്തി ചേലോലും മുത്തേ. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാ
എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇപ്പം ഞാനിവിടെ ഫോൺ ക്യാമറയിൽ എടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. മൈക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി പാടിയിട്ട് അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. മേലേ മേലേ മാനം, മേലേ മേലേ എന്നാണ് എടുക്കുന്നത്. മേലേ 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 എന്നെടുക്കുന്നുണ്ട്. മേലേ മേലേ മാനം മാനം. ഓക്കെ, ക്ലിയർ ആയോ? മേലേ മേലേ മാനം. രണ്ടാമത്തെ മേലേ നമ്മളൊന്ന് വലിച്ചെടുക്കുകയാണ്. മേലേ അതങ്ങനെ പാടുന്നു. മേലേ അങ്ങനെ ഒന്ന് വലിച്ച് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. മേലേ മാനം. ഓക്കെ, അടുത്ത വരി മാനം. ആ മേലേ എടുത്തില്ലേ, അതേപോലെ തന്നെ മാനം നമ്മളൊന്ന് വലിച്ചു കൊണ്ടുവരികയാണ്. മാനം നീളേ നീളേ. ഓക്കെ, മഞ്ഞിൻ മഞ്ഞിൻ. അവിടെ ഒരു ചെറിയൊരു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞിൻ. ചെറുത് ചെറിയൊരു നോട്ടാണ്, വലിയ സംഗതിയൊന്നുമില്ല, ചെറിയൊരു നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. മഞ്ഞിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കൂടാ കൂടാ ഡാ എന്നൊരു സാധനം അവിടെ കൊടുക്കുന്നുണ്ട്. കൂടാരം. ഓക്കെ, കൂടാരം. ക്ലിയർ? ദെൻ അതിലാരോ ആരാരോ എന്നാണ്. അപ്പോൾ അതിലാരോ അതിലാ അതിലാ കണ്ടോ? ലാരോ ലാരോ എന്നാണ്. ആരാരോ രോ എന്ന് കൊണ്ടുവരണം. അതിലാരോ ലാരോ ആരാരോ. നിറദീപം നിറ നിറ. നമ്മൾ കുറച്ച് ഹസ്കി ആയിട്ട് പാടണം കേട്ടോ. അത് നല്ല ഫീൽ കൊടുത്തിട്ട് പാടുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ നിങ്ങൾ നന്നായി ഫീൽ കൊടുക്കുമ്പോൾ അത്രയും ഭംഗിയുണ്ടാവും പാട്ടിന്. ഓക്കെ, നിറദീപം ചാർത്തുന്നു ചാർത്തുന്നു തുന്നു എന്ന് കൊണ്ടുവരണം. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സിമ്പിളല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് അനുപല്ലവിയിലേക്ക് കയറാം. വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വേനൽ വേനൽ. ആഹാ, അത്രയേ ഉള്ളൂ അവിടെ. വേനൽ കിനാവിൻ്റെ കിനാവിൻ്റെ വിൻ്റെ കിനാവിൻ്റെ ചെപ്പിൽ ലാലാ. അത്രയേ ഉള്ളൂ. ആ ഒരു ചെറിയ സംഭവമേ അവിടെ ഉള്ളൂ. ചെപ്പിൽ. ഓക്കെ, വീണു മയങ്ങുമിൻ വീണു. അതേപോലെ തന്നെ നമ്മൾ മുകളിൽ പാടി അതേ സംഗതി തന്നെ. വീണു മയങ്ങുമിൻ മയങ്ങു യങ്ങു എന്നെടുക്കുന്നുണ്ട് അവിടെ. മയങ്ങുമിൻ മെൻ. ഓക്കെ, മെൻ മയങ്ങുമിൻ മുത്തേ ആ മുത്തേ മുത്തേ. അങ്ങനെ കൊണ്ടുവരണം.
സംഗതി കറക്റ്റ് പാടണം കേട്ടോ, തെറ്റിക്കാതെ അത് കൊണ്ടുപോകണം അവിടെ. നിന്നെ തഴുകി തലോടാൻ, അതായത് നിന്നെ തഴുകി, ആ തഴുകൽ അവിടെ അത്രയും സുഖം അവിടെ ഉണ്ടാവണം നമ്മൾ പാടുമ്പോൾ. തഴുകി, ഓക്കെ. നിന്നെ തഴുകി ഗിത്തലോടാൻ, ലോടാൻ നിർവൃതിയോടെ, നിർവൃതിയോടെ അങ്ങനെ എടുക്കണം. അങ്ങനെ കൊണ്ടുവരണം. യോടെ പുണരാൻ, അവിടെ എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് അത് വരണം. പുണരാൻ, ഓക്കെ. ആ ഒരു സംഭവം നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ പുണരാൻ, അതങ്ങനെ തന്നെ കൊണ്ടുവന്നാലേ പാട്ടിൻ്റെ ഭംഗി വരുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് പാടാം. ജന്മാന്തരത്തിൻ ജന്മാന്തരത്തിൻ എടുക്കണം. ജന്മാന്തരത്തിൻ പുണ്യം പോലെ, പുണ്യം പോലെ, പോലെ മോളിലാണ് നോട്ട്, ശ്രദ്ധിച്ച് പാടണം. ഏതോ, അത് നമ്മൾ മുകളിലേക്ക് പോവാണ്. ഏതോ ബന്ധം, താനാ ബന്ധം പോലെ, ലാലാ പോലെ, ഓക്കെ. അടുത്ത വരി. നെഞ്ചിൽ കനക്കുന്നു മോഹം, നെഞ്ചിൽ കനക്കുന്നു മോഹം, എന്ന് കൊണ്ടുവരണം. മോഹം. വീണ്ടും നമ്മൾ പല്ലവി. മേലേ മേലേ മാനം, അങ്ങനെ പോകുന്നു. അനുപല്ലവി ഇത്രയേ ഉള്ളൂ. അത് ഈസിയാണ് നമുക്ക് പഠിക്കാൻ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണേ. ഓക്കെ, ഇനി നമുക്ക് ചരണം പാടാം. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ പാട്ട് പാടുമ്പോൾ ഏത് ശ്രുതി വെച്ചിട്ടാണ് പാടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പാട്ട് ഞാൻ സി ഷാർപ്പാണ് വെച്ചത് കേട്ടോ, ശ്രുതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ശ്രുതി തന്നെ വെച്ചിട്ട് പാടുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇതിൽ പാടി പഠിക്കുമ്പോൾ ഈ ശ്രുതി തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പാടാൻ പറ്റും. പിന്നെ ഇനി ശ്രുതി വെക്കാൻ അറിയാത്തവർ ശ്രുതി വെക്കണ്ട, നിങ്ങൾ ഞാൻ പാടുന്ന അതേ ടോണിൽ തന്നെ പാടി പഠിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ശ്രുതി. ശ്രുതി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ശ്രുതി കേൾക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു ശ്രുതി ശുദ്ധമായിട്ട് തന്നെ നമ്മളെ വോയിസ് പോകണം. അപ്പം നിങ്ങൾക്ക് ശ്രുതി വെക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കരുത്, എൻ്റെ കൂടെ പാടി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ചരണം പാടാം. മാടി വിളിക്കുന്നു ദൂരെ, മാടി മാടി വിളിക്കുന്നു, വിളിക്കുന്നു ദൂരെ ദൂരെ എന്നാണ്. മായാത്ത മായാത്ത സ്നേഹത്തിൻ എന്ന് കൊണ്ടുവരണം. സ്നേഹത്തിൻ തിൻ, അവിടെ ചെറിയൊരു നോട്ട് തിൻ എന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല, പക്ഷെ അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള നോട്ട്സാണ്. അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ. മായാത്ത സ്നേഹത്തിൻ തീരം, അവിടെ ആ നമ്മൾ മുകളിൽ പാടിയിട്ടുണ്ടല്ലോ, സെയിം സംഗതിയാണ് ഇവിടെയും വരുന്നത്. ആരും കൊതിക്കുന്ന, ആരും കൊതിക്കുന്ന, കൊതിക്കുന്ന തീരം, ആഹാ
അതൊക്കെ എടുക്കുമ്പോൾ അത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരണം. ആനന്ദ പാൽക്കടലോരം കാണാതെ കാണാതെ കാണും കാണും എന്നാണേ. കാണും സ്വപ്നം 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 എന്ന് തന്നെ പറയണം കേട്ടോ. അതേപോലെ നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരുപാട് ലെറ്റേഴ്സ് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പറയണം. അതേപോലെ ഒരുപാട് വേർഡ്സുകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പറയണം. സ്വപ്നം 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 എന്ന് ഒരുപാട് കുട്ടികൾ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അത് റോങ് ആണ്. നമ്മൾ സ്വപ്നം 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 അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ. കാണാതെ കാണും സ്വപ്നം കാണാൻ, കണ്ടോ? അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും അവിടെ. കാണാൻ അത് മുകളിലേക്ക് പോകും കേട്ടോ. പോരൂ 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 എന്നാണ്. ചാരേ ചാരേ മൂവന്തി മൂവന്തി എന്നാണ് കേട്ടോ. മൂവന്തി ചേലോലും ചേലോലും മുത്തേ മുത്തേ മേലേ മേലേ മാനം ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതാണ് ചരണം. ചരണം പാടിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ പല്ലവിയിലേക്ക് കയറുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പാട്ട് പഠിക്കുന്നതിൻ്റെ മുൻപേ ആയിട്ട് ഇതിൻ്റെ ലിറിക്സ് മൊത്തം നമ്മളൊന്ന് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഫോണിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ സിസ്റ്റത്തിൽ നോക്കിയിട്ടൊന്നും പഠിക്കാൻ പാടില്ല. നമ്മളത് നോട്ട് എഴുതി വെക്കുക തന്നെ വേണം. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഡൗട്ട് വരുന്നത് അവിടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവർക്കും എഴുതാൻ മടിയാണ്. അപ്പം നിങ്ങൾ മടി കാണിക്കാതെ അത് ആദ്യം മുഴുവനായിട്ട് എഴുതി വയ്ക്കുക, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അയക്കുന്ന കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. മാക്സിമം ഞാനതിന് റിപ്ലൈ തരുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ കമൻസ് അയക്കുമ്പോൾ. എന്തായാലും തീർച്ചയായും ഇനിയും കമൻസൊക്കെ അയയ്ക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.